നമസ്കാരം, നിസാറാണ് ചിലപ്പുറം. അപ്പം ഞാൻ ഇന്ന് ഇങ്ങനൊരു വീഡിയോവുമായി നിങ്ങളുടെ മുമ്പിൽ എത്താനുള്ള കാരണം, എൻ്റെ പരിചയത്തിലുള്ള ഒരാളുണ്ട്, ഒരു ഉദ്യോഗസ്ഥനാണ്. എന്താ പറയുക, റിട്ടയർഡൊക്കെ ചെയ്ത് നല്ല കുഴപ്പമില്ലാത്ത ജീവിക്കാനുള്ള അന്തരീക്ഷമുള്ള ഒരാൾ. വലിയൊരു വീടുണ്ട്, പിന്നെ സഞ്ചരിക്കാനുള്ള വാഹനങ്ങളുണ്ട്, 2 മക്കളാണ് അവർ. എന്താ പറയുക, ഒരാൾ ഡോക്ടറാണ്, ഒരാൾ വിദേശത്ത് നല്ല ബിസിനസ് ചെയ്യുന്നുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞ് ബാധ്യതകളൊന്നുമില്ല. അങ്ങനെ ഇദ്ദേഹം എന്താ പറയുക, ഞാൻ എപ്പം കാണുകയാണെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്താ പറയുക, എന്തോ ഒരു വിഷമം തെറിഞ്ഞ ഒരു ഇത്. ഇപ്പം ഞാനത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അതൊരു വിഷമാവും എന്നുള്ള രീതിയിൽ ഞാനത് അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ടുമില്ല. എപ്പം കാണുകയാണെങ്കിലും മുഖം എന്താ പറയുക, എന്തോ ഒരു ദുഃഖം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന മാതിരി. അപ്പം ഞാനിങ്ങനെ ആലോചിക്കും, ഇടയ്ക്കിൻ്റെ മറ്റേ ഓട്ടോറിക്ഷയിൽ കയറുന്ന ഒരാളാണ്. അപ്പം ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആലോചിക്കും, പഠിച്ചോനെ കുറേ പൈസ ഇപ്പോൾ ഉണ്ടായിട്ട് നമുക്ക് സന്തോഷം ഉണ്ടാവുമോ? ഒരിക്കലുമില്ല. സന്തോഷം ഉണ്ടാക്കിയെടുക്കേണ്ട ആളുകൾ ആരാണ്? നമ്മളാണ് സന്തോഷം ഉണ്ടാക്കിയെടുക്കേണ്ടത്. നമുക്ക് ഏത് സാഹചര്യം, അതായത് സാമ്പത്തികമൊന്നും ഇതിലൊന്നുമല്ല. നമ്മൾ എന്താ പറയുക, എല്ലാ രീതിയിലും എല്ലാം പോസിറ്റീവായി കാണുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം നമ്മളെ സമയം ഇങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടേ നിൽക്കുകയാണ്. നിങ്ങൾ നോക്കി എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ ഇങ്ങനെ പോകുന്നത്, ഇല്ലേ? നമ്മളെല്ലാവരും തന്നെ മരണത്തിലേക്ക് അടുത്തും കൊണ്ട് നിൽക്കുകയാണ്. നമ്മളെ ടൈം ഇതാണെന്ന് വിചാരിച്ചും കൊണ്ട് നമ്മൾ എന്താ പറയുക, നല്ല ഹാപ്പി ആയിട്ടിരിക്കണം. എല്ലാ സമയത്തും നല്ല എൻജോയ്മെൻ്റ് ചെയ്തിട്ട് എന്താ പറയുക, നമ്മൾ കാണാൻ പറ്റാത്ത കാഴ്ചകൾ കാണുക, പല സ്ഥലങ്ങളിൽ പോവുക, എന്താ പറയുക, വലിയ വലിയ മാളിലൊക്കെ അങ്ങോട്ട് പോയി വിടുക. ആ മാളിൽ പോവുക, അവിടെ പോവുക, ഇവിടെ പോവുക. വലിയ അത് വിചാരിച്ചിട്ട് നമ്മൾ കടം വാങ്ങിയിട്ട് അങ്ങനെ പോകുന്നുള്ളതല്ല. നമ്മളടുത്ത് ഉള്ളത് വെച്ചും കൊണ്ട് നമുക്ക് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ നമ്മൾ ഇടപെടണം. എന്നിട്ട് മനസ്സ് നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് കൊണ്ടുനടക്കണം. മനസ്സ് ഹാപ്പി ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ചെയ്യുന്നതൊക്കെ പോസിറ്റീവായിട്ടാണ് വരിക. എല്ലാ കാര്യങ്ങളും നമ്മളെ എന്താ പറയുക, മുഖത്ത് നല്ലൊരു ഫ്രഷ്നെസ് വരും. ആ ഫ്രഷ്നെസ് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. നമ്മളെ സംസാരം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ, പോസിറ്റീവായിട്ടുള്ള സംസാരങ്ങൾ വേണം നമ്മൾ സംസാരിക്കാൻ. എല്ലാ പ്രശ്നങ്ങളും നമ്മൾ എന്താ മനസ്സിനുള്ളിലോട്ട് എടുക്കാതെ നെവർ മൈൻഡ് ആയിട്ട് എല്ലാം നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക, തീരാത്ത പ്രശ്നങ്ങളൊന്നുമില്ല, ഇല്ലേ? നമ്മൾ മനുഷ്യന്മാരാണ്, എല്ലാ മനുഷ്യന്മാർക്കുള്ള കഴിവും എല്ലാം ഉള്ള ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അപ്പം നമ്മൾ എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അതും മനസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ ബേജാറായിട്ട് നടക്കാതെ നല്ല ഹാപ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് നമ്മളിങ്ങനെ പോകണം. അതിൽ സാമ്പത്തികമൊന്നും ഒന്നുമല്ല കേട്ടോ. സാമ്പത്തികം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വലിയ ഹാപ്പി ആവാനൊന്നുമില്ല. അതൊക്കെ വെറുതെ വിചാരിക്കുക. കണ്ടമാനം പൈസ ഉള്ളവർക്ക് പോലും അതിനനുസരിച്ചുള്ള പ്രഷറും കാര്യങ്ങളായിട്ട് എല്ലാം കൂടി പോലെ എല്ലാം കൂടി കിളി വാരി നടക്കുകയോ, അങ്ങനെ എല്ലാവരും അല്ല കേട്ടോ, കുറച്ച് ആളുകൾ. പക്ഷെ നമുക്ക് പൈസ ഒന്നുമല്ല, നമ്മൾ നല്ല ഹാപ്പി ആയിരിക്കുക, നല്ല ഭക്ഷണം കഴിക്കുക, നല്ല കാഴ്ചകൾ കാണുക, നല്ല സംസാരങ്ങൾ സംസാരിക്കുക, നല്ല കാര്യങ്ങൾ ചിന്തിക്കുക. എല്ലാത്തിലും നമുക്ക് എന്താവും, എല്ലാത്തിലും നമുക്ക് ഹാപ്പി ആവാൻ വേണ്ടി പറ്റും. സന്തോഷം എവിടെയാണ് ഉള്ളതെന്നുള്ളത് നമ്മൾ നോക്കണം. നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, സന്തോഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്ന്. അത് ചിലപ്പോൾ നമ്മളെ മക്കളെ കാര്യത്തിലായിരിക്കും. മക്കൾ കളിക്കുന്ന കാര്യങ്ങളൊക്കെ നോക്കുക, അവരെ കൂടെ നിൽക്കുക, അല്ലേ? അത് നമുക്ക് വേറൊരു സന്തോഷം കിട്ടുന്നൊരു കാര്യമാണ്, ഹാപ്പി ആക്കാൻ വേണ്ടി പറ്റും നമ്മളെ മനസ്സ്. അതേമാതിരി തന്നെ നമ്മൾ കല്യാണം കഴിച്ച ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഭാര്യ, അല്ലേ? പോയപ്പോ ഇരിക്കുന്ന ഇത്താണല്ലോ ഇവിടെ. അവസാനത്തിന് പേര് മുറിച്ചുണ്ടാവും. എണീച്ച് നോക്കി കടിച്ചായിട്ട് കടിച്ചീനെന്ന്. പാത്രം കഴിക്കീനാ? പാത്രം കഴിയില്ല, അതെന്തേ? കുറച്ച് കഴിഞ്ഞിട്ട് കഴിച്ചു. നിങ്ങളെന്ന് പഠിക്കോ പോവാഞ്ഞ്? വണ്ടി വർഷാപ്പിലല്ലേ. ആ പേരും പോലെ കൊറേ അല്ലേ ഇരിക്കുന്നത്. നിങ്ങൾ അസീസ്ക്കാന്ന് കിണറിനടിച്ച് വിളിച്ചിനോ? കിണറ് കോല് കൂടുതലാണ്, ഇറങ്ങിയാൽ കയറാൻ വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഇതിന്റെ മുമ്പിൽ ഇരുന്ന് എല്ലാം കിട്ടുക. ഇവിടുത്തെ കാര്യങ്ങൾ അങ്ങനെ നടക്കാൻ നിങ്ങൾക്ക് അറിയോ? ഇന്ന് മീൻകാരൻ ഇതിലെ പോയി, നിങ്ങൾ മീൻ വാങ്ങിനോ? മീൻ ഇന്നലത്തെ കറി ഉണ്ടല്ലോ, അതില് ഫ്രിഡ്ജിലുണ്ടല്ലോ ഇന്നലത്തെ കറി. അത് മതി. ഇന്നലെ പറഞ്ഞ മെനാത്ത കറി, ഇന്നലത്തെ കറി അതും കൂട്ടി തിന്നിരിക്കോ?
നിങ്ങളെ കാര്യം കഴിഞ്ഞു. ഞാൻ കഴിച്ചു കുറച്ച്. ബാക്കി എന്തെങ്കിലും ഉണ്ടോ? കുറച്ചുണ്ട് ചോറ്. നോക്കി ചടങ്ങാ ഇരുന്നോളി, എല്ലാം നടന്നോളൂ. बाय बाय, टाटा, गुड बाय, गया.